ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇഡ്ഡലി, ദോശ, വട ഇവയുടെ കൂടെ കൂട്ടിയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ അടുത്ത് ഓൾ എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് നിങ്ങളുടെ ഈ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളകിൻ്റെ അളവ് കൂട്ടുക, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. അതിന് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഉഴുന്നുപരിപ്പാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്. എള്ള് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പുപൊടി, കായം, ഒരു 2 തണ്ട് കറിവേപ്പില. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കായപ്പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പെരുങ്കായം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. പൊടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലോ ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകിട്ടൊന്ന് വറുത്തെടുക്കണം. മുളകിട്ടതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ മുളകിൻ്റെ പുറമൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറെല്ലാം മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കടലപ്പരിപ്പ് ഇട്ടതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. കടലപ്പരിപ്പ് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പരിപ്പിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് പാകമായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പെടുത്ത് നമുക്ക് വായിലിട്ടൊന്ന് കടിച്ച് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് പൊട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇട്ടതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്നുപരിപ്പിട്ട് 2-3 മിനിറ്റ് വറുത്തതിന് ശേഷം ഇതിലേക്ക് എള്ളും കുരുമുളകും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്നുപരിപ്പ് ക്രിസ്പി ആവുന്നത് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. കടലപ്പരിപ്പ് വറുത്തെടുത്ത പോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് പാകത്തിന് മൂത്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കായപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്തൊന്ന് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം. കായപ്പൊടി ഉപ്പുപൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ചട്നിപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊടി നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ പൊടി നമ്മുടെ ആവശ്യത്തിന് ഒരു പ്ലേറ്റിലേക്ക് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി, ദോശ, വട ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ദോശയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പി ദോശയുടെ നല്ല അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.